ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഒരു കുത്തുപത്തിരി കരിയാണ്ടും അതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കാണ്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിക്ക് ഞാൻ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാം. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നു പോവാണ്ടൊന്ന് ലൈക്ക് അടിക്കുക കേട്ടോ. ആടെ വെക്കല്ല, അതെടുക്ക്. ഒരിളന്നി പറിച്ച് കൊണ്ടുവന്നിട്ട് ആ കഥയാണ് കേട്ടോ പറയുന്നത്. ഒരിളന്നി ഇതിൻ്റെ മേലെ കയറിയിട്ട് പറിച്ചതാണ്. എൻ്റെ വീട്ടിൻ്റെ മേലെ കയറിയാൽ തെങ്ങിൻ്റെ മുകളിൽ കൈയെത്തും കേട്ടോ. അപ്പോൾ മുപ്പത്തി ഒന്ന് പറിച്ച് കൊണ്ടുവന്ന ശേഷം എനിക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ എന്നോട് അറിയാം ഞാൻ എന്നാൽ ഒന്നും കൂടി പറിച്ച് തരാം, വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞു. ഇപ്പം വീടിൻ്റെ നേരെ മേലെ കയറിയിട്ട് തെങ്ങ് കൈ വെച്ചിട്ട് ഇളന്നി പറിക്കലാണ്. അപ്പോൾ കൈ എത്തുന്നിടത്തിലുണ്ടായിരുന്നു കേട്ടോ 2-3 ഇളനീൻ്റെത്. അപ്പോൾ അത് പറിച്ചു തരാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഒറ്റക്കാന്ന് വീഡിയോ എടുക്കുന്നത്. ഞാൻ കുറേ പറഞ്ഞിട്ട് എൻ്റെ മൊബൈൽ വീണു, ഇനി പോവണ്ട പറിക്കണ്ടെന്നൊക്കെ. അപ്പോൾ കേൾക്കാണ്ട് പോയിട്ട് പറിക്കാന്ന് കേട്ടോ. അപ്പോൾ മുരടി അതെല്ലാം കൂടി പറിച്ചെടുത്തിട്ടോ. അപ്പോൾ അതുകൊണ്ട് പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് മേലെ നിന്ന് നോക്കിയാൽ നല്ല രസമാണ് കേട്ടോ ഇവിടെ ഒക്കെ കാണാൻ. നമ്മളെ വീടിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കടലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലെ കയറിന്നാൽ കടലൊക്കെ സുഖമായിട്ട് കാണാം. അപ്പോൾ ഇന്നലെ ഒരാൾ കമൻ്റായിട്ട് ചോദിച്ചു കിട്ടോ പാറപ്പള്ളി ഇവിടെ തന്നെ ആണോയെന്ന്. അപ്പോൾ പാറപ്പള്ളിയാണ്. നമുക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാം കേട്ടോ. അപ്പോൾ ഒരുവിധ ആൾക്കാർ ഞായറാഴ്ച അതുപോലെ തന്നെ സ്കൂൾ പൂട്ടുന്ന സമയത്തൊക്കെ വന്നിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ അല്ല, കുറച്ച് മുന്നോട്ടേക്ക് പോകണം കേട്ടോ. ഇത് പിന്നെ ജസ്റ്റ് ഒന്നോളം നമ്മളെ ഒരു സൈഡ് മാത്രം ഒന്ന് എടുത്തതാണ്. വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് ഞാൻ കുത്തപ്പം ഉണ്ടാക്കുകയെന്ന് കേട്ടോ. കുത്തുപത്തിരി എന്ന് പറയൂ, അതുപോലെ തന്നെ കുത്തപ്പം എന്നൊക്കെ പറയൂ. അപ്പം ഇതിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇതേപോലെ ഞാൻ പൂണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തത്. ഞാൻ ചിരണ്ടാനുള്ള മടി കാരണം ഇതേപോലെ പൂണ്ടിട്ട് കൊടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിരവി ഇടുകയെന്ന് വെച്ചാൽ ഒരു അരമുറിൻ്റെ പകുതി മതിയാകും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ പിന്നെ പൂണ്ടിട്ടിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചരി ഇട്ടോ, ഒരു ഗ്ലാസ് പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ചോറും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെ മാവ് ഇവിടെ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് അടുപ്പത്താണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഞാൻ തീ ആക്കാൻ വേണ്ടിയിട്ട് വിറക് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചട്ടി ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുട്ടൻ്റെ തോടില്ലേ അത് നല്ലോണം ഉരച്ചിട്ട് അതിൻ്റെ അടിയിലത്തെ കരിയൊക്കെ ഇല്ലേ നടുക്കുണ്ടാവും കരികളൊക്കെ, അതൊക്കെ നല്ലോണം ഉരച്ച് പോക്കണം കേട്ടോ. ആ മുട്ടത്തോട് കൊണ്ട് തന്നെ ഉരച്ചാൽ മതി, എന്നാൽ നമ്മൾ ചെയ്യുന്ന സംഭവം ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. നമ്മളെ ചട്ടി ഇവിടെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ഞാനൊരു കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിപ്പോൾ ഇങ്ങനെ തന്നെ വെക്കണം കേട്ടോ. നമ്മൾ ഇങ്ങനെ കുറച്ച് നേരം തുറന്ന് തന്നെ വെക്കണം. മൂടി ഫസ്റ്റ് തന്നെ നമ്മൾ മൂടി വെക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഈ ഹോൾസ് ഫുള്ള് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത് മൂടി വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗവും ഹോൾ വന്നതിന് ശേഷം ഞാൻ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പം നമുക്ക് ഈ ഒരു മൂടി പൊന്തിച്ച് നോക്കാം. ഇതാ അടിപൊളിയായിട്ട് തന്നെ നമ്മൾ അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കട്ടോ. കണ്ടില്ലേ, ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയത്. ഇതുപോലെ നല്ല ഹോളും വന്നിട്ടുണ്ട്. അടുത്തതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഇതേപോലെ തന്നെ മൂടി വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഹോള് വന്നതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മോള് പച്ച മാങ്ങ പറിച്ചിട്ട് അതിലേക്ക് ഉപ്പും മുളകും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും ചേർത്തിട്ട് കഴിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ പറഞ്ഞു കഴിക്കേണ്ട, വയറുവേദന വരുമെന്നൊന്നും കേൾക്കാണ്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും ഇനി ചെയ്യുന്നുണ്ടല്ലോ ഷോർട്സിലേക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതാ നമ്മളെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുത്തുപത്തിരി അല്ലെങ്കിൽ ഓട്ടട എന്നൊക്കെ പറയൂ കേട്ടോ. ഇതിന്
അപ്പോൾ നല്ല സോഫ്റ്റാണ്. അടിഭാഗം ഒരു കരിയലോ ഒന്നും പറ്റാണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം ലൈക്ക് അടിക്കാൻ മറന്നു വെറുതെ. പിന്നെ അധികം കുറേ തീ വെച്ചിട്ട് നിങ്ങൾ ഇതാക്കരുത് കേട്ടോ. ആദ്യം നല്ലോണം ഒന്ന് കത്തിച്ചതിന് ശേഷം പിന്നെ ഒരു കണൽ മതിയാവും കേട്ടോ. പിന്നെ കണലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനൊന്നായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.